സയനിസ്റ്റ് ശത്രു ഒരു വലിയ തെറ്റ് ചെയ്തുവെന്നും അതിന് ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നും അമേരിക്കക്കാർ മുൻപുള്ളതിനേക്കാൾ കൂടുതൽ പ്രഹരം പ്രതീക്ഷിക്കണമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഖമേനി എക്സിലൂടെ പ്രതികരണം അറിയിച്ചത്. സയനിസ്റ്റ് ശത്രു ഒരു വലിയ തെറ്റ് ചെയ്തു, വലിയ കുറ്റം ചെയ്തു, അതിനെ ശിക്ഷിക്കണം, ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ ശിക്ഷിക്കുകയാണെന്നും ഖമേനി എക്സിൽ പങ്കുവച്ച സന്ദേശത്തിൽ പറഞ്ഞു. ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങൾക്ക് ശേഷം യുഎസിനും ഖമേനി ശക്തമായ മുന്നറിയിപ്പ് നൽകി. അമേരിക്കക്കാർ മുൻപത്തേക്കാൾ വലിയ നാശനഷ്ടങ്ങളും പ്രഹരങ്ങളും പ്രതീക്ഷിക്കണം, ഖമേനി പറഞ്ഞു. ഇസ്രയേലിന്റെ ആക്രമണം ആരംഭിച്ചതു മുതൽ വധിക്കപ്പെടുമെന്ന് ഭയന്ന ഇറാൻ പരമോന്നത നേതാവ് നിലവിലൊരു ഭൂഗർഭ ബങ്കറിൽ ഒളിവിലാണെന്ന് കരുതപ്പെടുന്നു. വിശ്വസ്തനായ ഒരു സഹായി വഴിയാണ് അദ്ദേഹം പ്രധാനമായും തന്റെ കമാൻഡോമാരുമായി സംസാരിക്കുന്നതെന്നും ഇലക്ട്രോണിക് ആശയവിനിമയങ്ങൾ നിർത്തിവെച്ചുവെന്നും 3 ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. താൻ കൊല്ലപ്പെട്ടാൽ പിൻഗാമിയായി 3 മുതിർന്ന പുരോഹിതരെ ഖമേനി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വന്നത്. ഫോർദോ, ഇസ്ഫഹാൻ, നദാൻസ് എന്നിവിടങ്ങളിലെ 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലും യുഎസ് വൻതോതിലുള്ള വ്യോമാക്രമണം നടത്തിയിരുന്നു. ഞായറാഴ്ച ഇസ്രയേൽ ഇറാന്റെ പല ഭാഗങ്ങളിലും ആക്രമണം നടത്തി. മധ്യഭാഗത്ത് ഒരു ആംബുലൻസിന് നേരെ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് 3 പേർ മരിച്ചു. ഇസ്രയേലിന് നേരെ ഇറാൻ ഖൊറാം ഷഹർ ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിച്ചു. ഇതിൽ 80-ലധികം പേർക്ക് പരിക്കേറ്റു. 1980-കളിലെ ഇറാഖുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാന് നേരെയുണ്ടായ ഏറ്റവും വലിയ സൈനിക ആക്രമണമാണ് ഈ ആക്രമണങ്ങൾ. തന്നെ വധിക്കാൻ ഇസ്രയേലോ അമേരിക്കയോ ശ്രമിക്കുമെന്ന് 86 വയസ്സുള്ള ഖമേനിക്ക് അറിയാമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം ഇസ്രയേലിനൊപ്പം ചേർന്നുകൊണ്ട് ഇറാനിൽ നടത്തിയ ആക്രമണമായ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിനെ ഐക്യരാഷ്ട്രസഭയിൽ ന്യായീകരിച്ച അമേരിക്ക ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യാനുള്ള ലക്ഷ്യം ഉപേക്ഷിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അമേരിക്ക ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ന്യായീകരിച്ചത്. ഇറാൻ പശ്ചിമേഷ്യയിൽ പതിറ്റാണ്ടുകളായി നാശമുണ്ടാക്കുന്നുവെന്ന് യുഎന്നിൽ യുഎസ് പ്രതിനിധി അഭിപ്രായപ്പെട്ടു. അമേരിക്കയുടെ സൈനിക നടപടി ഇറാന്റെ ഭീഷണി തടയാനായിരുന്നുവെന്നും യുഎൻ രക്ഷാസമിതിയിൽ അമേരിക്ക വിശദീകരിച്ചു. അതേസമയം യുഎൻ യോഗത്തിലെ അമേരിക്കൻ നടപടിക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. അമേരിക്കൻ ആക്രമണത്തിനെതിരെ യുഎന്നിൽ റഷ്യയും ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾ വിമർശിച്ചു. ഇറാനെ പിന്തുണച്ച രാജ്യങ്ങൾ അമേരിക്കയുടേത് നിരുത്തരവാദപരവും അപകടകരവുമായ നടപടിയെന്നാണ് അപലപിച്ചത്. രാജ്യാന്തര നിയമങ്ങൾ ലംഘിക്കുന്നതായിരുന്നു യുഎസിന്റെ നടപടിയെന്നാണ് ചൈന വിശേഷിപ്പിച്ചത്. മേഖലയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും റഷ്യയും ചൈനയും പാകിസ്ഥാനും ആവശ്യപ്പെട്ടു. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാനിലെ ഇസ്ഫഹാൻ ആണവ നിലയത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി പറയുന്നത്. ആണവ കേന്ദ്രത്തിലെ ടണലിലേക്കുള്ള കവാടങ്ങൾ തകർന്നെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി അറിയിച്ചു. ഇറാൻ യുറേനിയത്തിന്റെ ഭൂരിഭാഗവും ഇസ്ഫഹാനിൽ ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. തകർന്ന തുരങ്കങ്ങൾ സ്റ്റോക്ക് പൈലിന്റെ ഭാഗമാണെന്ന് യുഎൻ സുരക്ഷാ കൗൺസിലിന് നൽകിയ പ്രസ്താവനയിൽ IAEA മേധാവി റാഫേൽ ഗ്രോസി സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയെ അറിയിക്കാതെ തന്നെ രാജ്യത്തിന്റെ ആണവ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയതായും അവർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.